നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പല്ലവി, എന്താ? എന്ത് വേണം? പല്ലവി, നീ ഇന്ന് നിന്റെ അമ്മയോട് കാണിച്ചത് വളരെ മോശമായി പോയി. ഇത് പറയാനാണോ വന്നത്? അതെ, എനിക്കിത് തന്നെയാ നിന്നോട് പറയാനുള്ളത്. നിന്നെ 10 മാസം ചുമന്ന് പ്രസവിച്ച നിന്റെ പെറ്റമ്മയോടല്ലേ നീ ഈ അഹങ്കാര വർത്താനം പറഞ്ഞത്? അങ്ങനെ പറയാൻ പാടുണ്ടോ? ജീവിതത്തിൽ ഏറ്റവും ബഹുമാനിക്കേണ്ട ആളല്ലേ നിന്നെ പ്രസവിച്ച നിന്റെ അമ്മ. നീ ഇങ്ങനെ മുഖത്തടിച്ചതുപോലെ പറഞ്ഞത് അമ്മയ്ക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാക്കിയിരിക്കും. ഓ, ഞാനതൊന്നും ഗൗനിക്കുന്നില്ല. നീ ഗൗനിക്കണം. അമ്മയെ മറന്ന് നീ പെരുമാറരുത് പല്ലവി, അത് പാപോ. അമ്മ നിന്നോടുള്ള സ്നേഹം കാരണം നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഒന്നും പറയില്ലായിരിക്കാം. പക്ഷെ അമ്മയുടെ മനസ്സ് വിഷമിപ്പിച്ച അതിന്റെ ശാപം ഈ ജന്മത്തിൽ മാത്രമല്ല, ജന്മാന്തരങ്ങളോളം നിന്നെ പിന്തുടരും. അത് നീ മറക്കരുത്. പിന്നെ ശാപവും പാപവും ഈ 21ാം നൂറ്റാണ്ടിലല്ലേ അതൊക്കെ കിട്ടാൻ പോകുന്നത്. അമ്മയായാലും ആരായാലും നിൽക്കേണ്ടടുത്ത് നിൽക്കണം. ഇല്ലെങ്കിൽ ഞാൻ എന്റെ വായി തോന്നുന്നത് പറയും. അതത്ര നല്ല സ്വഭാവമൊന്നും അല്ല. എന്റെ സ്വഭാവത്തെ ആരും മാറ്റിയെടുക്കാൻ നോക്കണ്ട. ഇതിനുള്ള മറുപടിയെ ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോ, നാളെ നീ ഒരു അമ്മ ആവേണ്ടവളാ. അപ്പോഴാ നീ നിന്റെ അമ്മയുടെ വില അറിയാൻ പോകുന്നത്. ഗർഭിണിയായാൽ പെൺകുട്ടികൾക്ക് കൂടെ നിന്ന് ശുശ്രൂഷിക്കാൻ അമ്മമാര് വേണ്ടിവരും. അത് നീ ചിന്തിക്കുന്നില്ല അല്ലേ? എന്നാ നീ അത് ചിന്തിക്കണം പല്ലവി. നീ ഇപ്പൊ നിന്റെ അമ്മയെ വിഷമിപ്പിച്ച നാളെ നിന്റെ അമ്മ എങ്ങനെയാ നിന്റെ ശുശ്രൂഷിക്കാൻ വരുന്നത്? നിന്നെ പേടിച്ച അമ്മ വരില്ല. അന്ന് നീ തനിച്ച് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. ഗാർഗി, നിനക്ക് ഇപ്പോഴത്തെ പല്ലവിയെ അറിയത്തില്ല. അതുകൊണ്ടാ നീ ഇമ്മാതിരി വർത്താനങ്ങൾ പറയുന്നേ. അതെ, ഇന്നത്തെ കാലത്ത് പണം കൊടുത്താ കിട്ടാത്തതായി ഒന്നുമില്ല. അമ്മയെ കിട്ടൂ, അമ്മയെ കിട്ടൂന്ന്. അമ്മ എന്തിനു വേണം? പണം ചുള ചുള പോലെ എണ്ണിക്കൊടുത്താലേ അമ്മയെ പോലെ 100 പേരെ കിട്ടും. എനിക്കത് മതി. എന്തിനാ പിന്നെ അമ്മ? പല്ലവി, ദൈവത്തിന് നിരക്കാത്ത വർത്തമാനാ നീ ഇപ്പൊ ഈ പറയുന്നേ. പണം കൊടുത്ത 1000 പേരെ നിന്റെ വരുതിയിലാക്കാൻ നിനക്ക് സാധിക്കുമായിരിക്കും. പക്ഷെ അവരാരും നിന്റെ അമ്മയ്ക്ക് പകരം ആവില്ല. കണ്ടില്ലേ, പാർവതി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ പലഹാരങ്ങളുമായി ആ അമ്മ ഓടി വന്നത്. അതുപോലെ പണം കൊടുക്കുന്നവര് വരൂ. അവർക്ക് അമ്മയുടെ ആ ഒരു സ്നേഹം ഉണ്ടാവോ? ആ കരുതലുണ്ടാവോ? ഒന്നും ഉണ്ടാവില്ല. നിന്റെ ഉപദേശം നീ നിർത്തുന്നുണ്ടോ? കേട്ട് കേട്ട് തല പൊളിയോ? ഞാൻ നിർത്തി. പക്ഷെ നീ ഒന്ന് ഓർത്തോ, പെറ്റമ്മയെ വേദനിപ്പിച്ചവരാരും ജീവിതത്തിൽ നന്നായിട്ടില്ല. അമ്മയെ അവഗണിക്കുന്ന നിനക്കും അങ്ങനെ ഒരു അനുഭവം വരാതെ നീ സൂക്ഷിച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.